Hi dear students, today we discuss the new topic, that is fundamental theorem for curls. Last class we discussed fundamental theorem for divergence. It was called the Gauss divergence theorem. Today the fundamental theorem for curls is also called Stokes theorem. This is also very important in electrodynamics. Several places we will use this Stokes theorem. Here let us go to the statement, that is surface integral curl of a vector v, that is over a surface dA is equal to line integral v dot dl. This is the Stokes theorem. ഇവിടെ Stokes theorem എന്താ ചെയ്യുന്നത്? സർഫേസ് ഇൻ്റഗ്രലിനെ ലൈൻ ഇൻ്റഗ്രൽ ആക്കിയിട്ട് മാറ്റുന്നു. തിരിച്ചും ലൈൻ ഇൻ്റഗ്രലിനെ സർഫേസ് ഇൻ്റഗ്രൽ ആക്കിയിട്ട് മാറ്റുന്നു. Therefore let us write. Okay, the Stokes theorem converts the surface integral to line integral and vice versa. ഇനി ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ പറയാം: the integral of curl over a surface is equal to the value of the function at the boundary. Boundary means it is the perimeter of the path. Let us write. Okay, now let us go to the physical interpretation. We know that the curl measures the twist. അല്ലേ, കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്റ്റർ വിയുടെ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ട്വിസ്റ്റ് ഉണ്ട്, വളവുണ്ട്, ചുഴിയുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. നമ്മുടെ ഈ സ്റ്റോക്സ് തിയറത്തിൻ്റെ മീനിങ് നമ്മൾ എഴുതുവാണെങ്കിൽ, now once again if I copy the Stokes theorem here, del cross v dot dA is equal to v dot dl. ഈ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കേൾസ് കാണാൻ പറ്റും. ചെറിയ കേൾ ഇവിടെ, ചെറിയ ചെറിയ കേൾസ്, ചുഴികൾ. ഈ ചെറിയ കേളുകൾ നമ്മൾ മൊത്തത്തിൽ ഈ സർഫേസ് ഓവർ ദിസ് സർഫേസ് ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ഏതിന് തുല്യമായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, that will be the line integral of that vector v over the length dl. അപ്പോൾ ഇവിടെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ചെറിയ കേളുകളുടെയൊക്കെ മൊത്തം എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, ചെറിയ കേളുകളുടെ മൊത്തം എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ശരിക്കും ചെറിയ ചെറിയ ഈ ചുഴികൾ കൂടിച്ചേർന്നിട്ടാണ് ഇതുപോലുള്ള വലിയൊരു ചുഴി ഉണ്ടാവുന്നത്. ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന വലിയൊരു ചുഴി ഉണ്ടാവുന്നത്. അതായത് the flux of a curl over some surface that is equal to the total amount of the swirl. Let me write. The integral of curl over some surface, that is the flux of the curl. നമ്മൾ എഴുതിയിട്ടുണ്ട് E dot dA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is nothing but flux. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. That is the integral of the curl over some surface or the flux of the curl through the surface equal to total amount of swirl. Let me write. I will write this meaning here. That is the integral
of the curls over some surface, or this is called the flex of the curl through the surface that represent or equal to the amount of swirl. ഇതാണ് അതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എയുടെ ഡയറക്ഷൻ. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ ഏരിയ വെക്റ്റർ? ഹൗ ഡു യു ഫൗണ്ട് ദ ഡയറക്ഷൻ ഓഫ് ഡി എ? അപ്പോൾ നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുക്കാം. റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഫിംഗേഴ്സ് എല്ലാം ലൈൻ ഇൻറ്റഗ്രലിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ വളച്ച് പിടിക്കുക. ഈ ഡയറക്ഷൻ ഇവിടെ ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഈ കേസിൽ. ദെൻ സ്ട്രെച്ച് യുവർ തമ്പ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. പിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ഡി എ. നമ്മളതിൻ്റെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ലെങ്ത് ഡി എൽ ദിസ് വേ. ചിത്രത്തിൽ ഇതുപോലെ തന്നെ ബിക്കോസ് അവർ കേൾ അല്ലേ ഈ ഡയറക്ഷനിൽ നമ്മൾ ലെങ്ത് എടുക്കുകയാണെങ്കിൽ ദെൻ ദിസ് വിൽ ഗീവ് യു ഫിംഗർ. എന്തോ നമ്മുടെ ഫിംഗേഴ്സ് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ നമ്മൾ ഫിംഗേഴ്സിന് വളച്ചു. ദെൻ അവർ തമ്പ് വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ദ വെക്റ്റർ ഏരിയ വെക്റ്റർ ഡി എ. That is perpendicular to this plane of this lobe. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക. ദറ്റ് ഈസ് ടേക്ക് യുവർ റൈറ്റ് ഹാൻഡ് ആൻഡ് കേൾ യുവർ ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ലൈൻ ഇൻറ്റഗ്രൽ. ദെൻ യുവർ തമ്പ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡി എ. ഹിയർ യു ഹാവ് ടു stretch. Here you have to use your right hand. Okay, now let us discuss the few properties of this Stokes theorem. Okay, this is our Stokes theorem. The theorem says that the integral of curl of V over a surface that is equal to the line integral of V around the boundary. Okay, now let me note few points. That is, this right hand side of this equation depends on the boundary lines, not on the particular surface used. ഇതിൽ നമ്മൾ ഡി എ എന്ന് പറയുന്ന സർഫേസ് ഏരിയ വെക്റ്ററുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ലൈൻ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും നമ്മുടെ ഈ കേൾ ഓഫ് ഫി ഓവർ എ സർഫേസിൻ്റെ ആൻസർ കിട്ടുക. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേമിൻ്റെ വാല്യൂ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ബൗണ്ടറി ലൈൻ. ഓക്കെ, ബൗണ്ടറി ലൈൻ നോട്ട് ഓൺ ദ സർഫേസ് യൂസ്ഡ്. That is the first node. Okay, next second point എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ if the surface is a closed one, then our this RHS, that is this line integral, will be 0. Therefore, surface integral del cross V over di that will be equal to 0. That is the second point. Okay, ഇനി നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഒരു ഫിഫത്തിലുള്ള അൺസോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം. ആ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. പ്രോബ്ലം 1.33. ടെസ്റ്റ് Stokes theorem for the function vector v is equal to xy x cap plus 2yz y cap plus 3zx z cap using the triangular shaded area of the figure 1.34. ഇതാണ് നമ്മുടെ ഫിഗർ 1.34. ഇതിൽ നമുക്ക് നമ്മൾ സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യണം.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റോക്സ് തിയറം എന്താണെന്നുള്ളത് എഴുതാം. ദാറ്റ് ഈസ് സർഫേസ് ഇൻറ്റഗ്രൽ ഡെൽ ക്രോസ് വി ഡി എ ഈസ് ഈക്വൽ ടു ലൈൻ ഇൻറ്റഗ്രൽ വി ഡോട്ട് ടി എൽ. ഇതാണ് നമ്മുടെ സ്റ്റോക്സ് തിയറം. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS നമുക്ക് ചെയ്ത് നോക്കാം. LHS ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽ ക്രോസ് വി ആദ്യം കണ്ടുപിടിക്കണം. ഡെൽ ക്രോസ് വി എങ്ങനെ കാണാം? എക്സ് ക്യാപ് കേൾ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ്. വിയുടെ സ്ഥാനത്ത് നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് കമ്പോണൻറ്റ് എക്സ് വൈ, y കമ്പോണൻറ്റ് 2yz, z കമ്പോണൻറ്റ് 3zx ചെയ്തു. ഇറ്റ് ഈസ് എക്സ് ക്യാപ് എന്ത് വരും? ഇവിടെ നമ്മൾ ഡിഫറൻഷിയേഷൻ ഓഫ് ഡോ ബൈ ഡോ വൈ വിത്ത് 3zx 0 മൈനസ് നെക്സ്റ്റ് ഡിഫറൻഷിയേഷൻ ഓഫ് z with respect to 2yz. Dou by dou z of 2yz means 2y minus y cap. Dou by dou x of 3zx means 3z. Dou by dou y of xy, sorry, y cap അല്ല, dou by dou z of xy 0. നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് പ്ലസ് z cap, that is dou by dou x of 2yz 0 minus dou by dou y of xy means x. അതായത് മൈനസ് 2y x cap മൈനസ് 3z y cap മൈനസ് x z cap. ഡെൽ ക്രോസ് ബി കിട്ടി. ഇനി എന്താണ് നമ്മുടെ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വെക്റ്റർ എന്തായിരിക്കും? നമ്മുടെ ഏരിയ വെക്റ്റർ വരിക നമ്മുടെ ചിത്രത്തിലേക്ക് നോക്കിയാൽ മതി. തന്നിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ ഏരിയ അല്ലേ? 3 പതളി ഏരിയ. ഇതിന് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് dy dz dy dz. ഇനി ഈ സർഫേസ് ഏരിയ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാ? ദാറ്റ് ഈസ് അലോൺ ദിസ് എക്സ് ക്യാപ് അല്ലേ? ദിസ് ഏരിയ വെക്റ്റർ ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ സർഫേസ്. therefore this is x cap. ഇപ്പോൾ ഡി എ വെക്റ്ററായി. ഇനി നമുക്ക് ഡെൽ ക്രോസ് വി ഡി എ കാണാം. ഡെൽ ക്രോസ് വി ഡോട്ട് ഡി എ മീൻസ് minus 2y x cap minus 3zy cap minus x z cap dot dy dz x cap. ഇതിൽ ഏത് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ? നമ്മുടെ എക്സ് ഡോട്ട് എക്സ് മാത്രം സർവൈവ് ചെയ്യും. വൈ ഡോട്ട് എക്സ് സെഡ് ഡോട്ട് എക്സ് ഒക്കെ 0 ആയി പോകും. therefore this will be minus 2y dy dz. ഫൈൻ. ഇനി നമുക്ക് നമ്മളെ LHS ആയിട്ടുള്ള ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നടത്തണം. This is our LHS. That is integrate del cross v dot dA. Surface integration. Here minus 2 we have to take outside. We have two integral, one for dy, one for dz. This here will be dy dz. ഇനി ഇവിടെ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് എവിടുന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. dz ഇൻ്റഗ്രേഷൻ. dz ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രം ദിസ് ഡയറക്ഷൻ 0 to 2 അല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ആണ്. therefore z means this
0 to 2. നമുക്ക് നേരെ എഴുതാം. Limit is 0 to 2. Then what about our y? ഇവിടെ ശ്രദ്ധിക്കൂ, വൈയുടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് ഇവിടെ y ആക്സിസ് y കോർഡിനേറ്റ് നമ്മൾ ആദ്യം എഴുതും, പിന്നെ z കോർഡിനേറ്റ് നമ്മൾ രണ്ടാമത് എഴുതും. ഈ പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ y z ഈ ആദ്യം y കോർഡിനേറ്റ് എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് 2, z കോർഡിനേറ്റ് 0 ആണ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഏകദേശം എന്ത് വരും? നമ്മുടെ വാല്യൂ ഇപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ വാല്യൂ 1 വരുമല്ലോ. അതേപോലെ z ആക്സിസിൽ ദിസ് വാല്യൂ 1 ആയിരിക്കുമല്ലോ. ഈ പോയിന്റ് എന്തായിരിക്കും? ആ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി 1 1. y is equal to 1, z is equal to 1, y is equal to 2 here, z is equal to 0. ഇനി ഈ പോയിന്റിൽ എന്തായിരിക്കും? ഈ പോയിന്റിൽ y കോർഡിനേറ്റ് ഇങ്ങോട്ട് വന്ന് 0 ആണല്ലോ ഇവിടെ അല്ലേ. 0, z കോർഡിനേറ്റ് 2. ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് ഇവിടെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈനസ് z എന്ന് എഴുതാലോ. ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾ. ഇവിടെ ഈ പോയിന്റിൽ സെഡിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ 0 കൊടുത്തു നോക്കൂ. ഈ 0 അപ്പോൾ എന്ത് വരും? z 0 കൊടുത്തു, y എന്താ കിട്ടുക? 2 മൈനസ് 0 മീൻസ് 2 കിട്ടും. ഫൈൻ. ഇനി ഈ പോയിന്റ് ചെക്ക് ചെയ്ത് നോക്കൂ. സെഡിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്രഷനിൽ എന്താണ് വരിക? ഈസ് 2 മൈനസ് സെഡിൻ്റെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? 1 കൊടുക്കണം. ഇറ്റ്സ് 1. അപ്പോൾ ഇവിടെ y കോർഡിനേറ്റ് ആയിട്ടുള്ള ആദ്യം നമുക്ക് എഴുതുന്ന സമയത്ത് y 1, z നമ്മൾ കൊടുത്തത് 1. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? സെഡിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്ത് നോക്കൂ. ഇവിടെ 2 കൊടുത്താൽ 2 മൈനസ് 2 0. അപ്പോൾ z 2 ആയി കഴിഞ്ഞാൽ y ഇവിടെ 0. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഈ കോർഡിനേറ്റ്സ് ദാറ്റ് ഒബേസ് ദിസ് റിലേഷൻ y is equal to 2 minus z. That is our y varies from 0 to 2 minus z ലേക്ക് നമുക്ക് ഇതിന് വേരിയേഷൻ ഉണ്ട് എന്ന് പറയാം. So this is 0 to 2 minus z. ഇപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ ഇങ്ങനെ ഏത് ഓർഡറിലും ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ നെക്സ്റ്റ് സ്റ്റെപ്സിൽ നമുക്ക് ഇത് കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. That is 0 to 2 minus z y dy is equal to y square by 2, 0 to 2 minus z. That is 2 minus z all square by 2. ഇവിടേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ -2 ഇൻറ്റു ഇവിടെ ഈ 2 ഇങ്ങോട്ടേക്ക് വരും. പിന്നെ നമ്മുടെ 0 to 2 ഈ ഇൻ്റഗ്രൽ 2 minus z whole square dz. ഓക്കെ, ഈ 2 മൾട്ടിപ്ലൈ ഇത് മൈനസ് ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു 2z. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്തേക്കാം. 4 മൈനസ് 4z പ്ലസ് z സ്ക്വയർ dz. എന്നിട്ട് ഇൻ്റഗ്രേഷൻ നടത്താം. മൈനസ് 4z minus 4z square by 2 plus z cube by 3 limit 0 to 2. This is equal to minus z ന്റെ സ്ഥാനത്ത് നമ്മുടെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 8 മൈനസ് 2 multiply 2y 2 into 2 square 4 into 2 8 plus 2 cube means 8 by 3. ഇവിടെ എന്ത് സംഭവിക്കും? ഇത് 0 ആയി പോയി. minus 8 by 3. Minus 8 by 3 is the value of the LHS we obtained. Okay, let me write. This is nothing but
This is nothing but our LHS. Fine. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ? സ്റ്റോക്സ് തിയറത്തിൻ്റെ LHS നമുക്ക് ഈ പ്രോബ്ലത്തിൽ കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ RHS ആയിട്ടുള്ള ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. This is our RHS. Okay. This RHS is equal to V dot DL. നമുക്ക് വീണ്ടും നമ്മുടെ തന്നിരിക്കുന്ന ചിത്രത്തിലേക്ക് വരാം. ചിത്രത്തിൽ 3 പാത്തുണ്ട്. നമുക്ക് ഇതിനെ ഈ പാത്തിനെ നമുക്ക് 1 എന്ന് എടുക്കാം. ഇത് 2, ഇത് 3. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം V ഡോട്ട് ഡി എൽ കണ്ടുപിടിക്കണം. V എന്ന് പറയുന്ന വാല്യൂ അല്ലേ, ഈ V എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിങ്ങോട്ടേക്ക് എടുത്തെഴുതാം. ദിസ് ഈസ് അവർ V, വെക്റ്റർ V. അപ്പോൾ V ഡോട്ട് ഡി എൽ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ ഡി എൽ, വാട്ട് ഈസ് അവർ ഡി എൽ ആക്ച്വലി? ദാറ്റ് DL means dx, length element, dx x cap plus dy y cap plus dz z cap. Therefore, V dot DL means xy. നമ്മൾ ശരിക്കും ഈ ഒറ്റ സ്റ്റെപ്സ് തന്നെ ഇതിന് പ്രൊഡക്റ്റ് എടുക്കാം. എന്തൊക്കെയാണ് വരിക മാറ്റങ്ങൾ? എക്സ് ഡോട്ട് എക്സ് 1 ആയി പോകും, എക്സ് ഡോട്ട് വൈ ഒക്കെ 0 ആയി പോകും അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? എക്സ് ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യപ്പെടും, വൈ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡി വൈയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, സെഡ് ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡി സെഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ബാക്കിയുള്ളതിനൊക്കെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയി പോകും. Therefore, answer of this V dot DL will be xy dx plus 2yz dy plus 3zx dz. 3zx dz. ഇനി നമുക്ക് ഈ 3 സെഗ്മെന്റിലേക്ക് വരാം. Let me write, there are 3 segments. ഒന്നാമത്തെ സെഗ്മെന്റ് ഇതാണ് നമ്മുടെ ഫിഗറിലെ ഒന്നാമത്തെ സെഗ്മെന്റ്. ഈ സെഗ്മെന്റ്, ഈ സെഗ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സ് വേരിയേഷൻ, ആക്സിസ് ഇങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ടേക്ക് യാതൊരു വേരിയേഷനും ഇല്ല, എക്സിന്റെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. Therefore, x is equal to 0. What about z? Z ആക്സിസ് നേരെ ഇങ്ങോട്ടേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഈ പാത്ത് 1-ൽ എക്സിനും സെഡിനും കോൺട്രിബ്യൂഷൻ ഇല്ല, z is equal to 0. എന്ത് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ? y മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. y എവിടെ നിന്ന് എവിടെയൊക്കെ വേരി ചെയ്യുന്നത് ഇതൊക്കെ നോക്കുന്നു നിങ്ങൾ സൂക്ഷ്മമായിട്ട്. y വേരി ചെയ്യുന്നത് ഇവിടെ എന്താ വാല്യൂ? y-ൻ്റെ വാല്യൂ 0, ഇവിടെ എന്താ വാല്യൂ? 2 ആണ്. So y varies from 0 to 2. Therefore, here we can write y only varies from 0 to 2. അപ്പോൾ x 0 ആണെങ്കിൽ dx 0 ആണ്, z 0 ആണെങ്കിൽ dz is equal to 0. അപ്പോൾ dx dy dz ഒക്കെ 0 ആണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷനിൽ ഈ ടേം 0 ആയി അല്ലേ, dz ഇവിടെ 0 ആയി. ബാക്കി v ഡോട്ട് dl ബാക്കിയാവുന്ന ടേം അതാ v dot dl is equal to only this term will be there, 2yz dy. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ തന്നിരിക്കുന്ന വാല്യൂവിൽ ഇവിടെ ഒരു z ഉണ്ട്, ഇവിടെ z is equal to 0 ആണ്. ഇതിൻ്റെ സ്ഥാനത്ത് z equal to 0 കൊടുത്താൽ എന്ത് വരും? 2y into 0 into dy, that is the whole term goes to 0. Therefore, if you do the integration, v dot dl will be equal to 0. ഒന്നാമത്തെ പാത്തിൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ പാത്താണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ പാത്ത് നോക്കൂ നിങ്ങൾ, പാത്ത് സെക്കൻഡ്. രണ്ടാമത്തെ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാത്ത്. ഇത് നമ്മൾ ഒന്നെടുത്തിരുന്നു, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പാത്ത്. ഈ രണ്ടാമത്തെ പാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. Therefore, in path 2, x is equal to 0.
വൈയുടെ വേരിയേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് y ഈസ് ഈക്വൽ ടു z മൈനസ് 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ നമ്മൾ എഴുതിയിട്ട് y ഈസ് ഈക്വൽ ടു z മൈനസ് 2 എന്നിട്ട് ഇവിടെ നമുക്ക് ലിമിറ്റ് ഇൻറ്റഗ്രേഷനിൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഉപയോഗിച്ച ക്വാണ്ടിറ്റി എന്താ, y ഈസ് ഈക്വൽ ടു 2 മൈനസ് z. അതിൽ നമുക്ക് z കണ്ടുപിടിക്കാമല്ലോ. z ഈസ് ഈക്വൽ ടു y മൈനസ് 2 എന്ന് എഴുതാമല്ലോ. z ഈസ് ഈക്വൽ ടു y മൈനസ് 2 എന്ന് എഴുതാം. ഞാനിവിടെ അതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. y ഈസ് ഈക്വൽ ടു z മൈനസ് 2 ആണെങ്കിൽ, സോറി ഇവിടെ എഴുതിയത് മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ മുകളിൽ എഴുതിയിട്ടുള്ളത് നേരെ തിരിച്ചാണ്. അതായത് y ഈസ് ഈക്വൽ ടു 2 മൈനസ് z. അതായത് z ഈസ് ഈക്വൽ ടു 2 മൈനസ് y. ഇപ്പോൾ ഇവിടെ എഴുതാൻ പോകുന്ന മാറ്റങ്ങൾ, എക്സിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. സെഡിൻ്റെ വാല്യൂ വേരിയേഷൻ ദറ്റ് ഈസ് ചേഞ്ച് 2 മൈനസ് y ആണ്. ഇനി നമുക്ക് എഴുതി നോക്കാം. വാട്ട് അബൌട്ട് y, അഡീഷൻ ഓഫ് y in this particular case. ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് y എഴുതുകയാണെങ്കിൽ ദറ്റ് y varies from 0 to 2. ഒന്നിൽ നിങ്ങൾക്ക് z-നെ മാറ്റാം ഇൻ ടേംസ് ഓഫ് y, അല്ലെങ്കിൽ y-നെ ഇൻ ടേംസ് ഓഫ് z-ലേക്ക് മാറ്റാം. y ഇൻ ടേംസ് ഓഫ് z-ലേക്ക് മാറ്റുകയാണെങ്കിൽ z എന്ത് എഴുതണം, 0 to 2 എന്ന് എഴുതണം. അല്ലെങ്കിൽ y നിങ്ങൾ z-ലേക്ക് മാറ്റുകയാണെങ്കിൽ, സോറി z-നെ y-യുടെ ടേംസിലേക്ക് മാറ്റുകയാണെങ്കിൽ y-നെ നമ്മൾ 0 to 2 എന്ന് എഴുതണം. ഓക്കെ, രണ്ട് രീതിയിലും ചെയ്യാം. ഇവിടെ y-യുടെ വാല്യൂ ഏത് ചേഞ്ചസാണ് വരുന്നത്, ഇവിടെ y-യുടെ വാല്യൂ 2ഉം z-ൻ്റെ വാല്യൂ 0 ആണ്. ഈ പോയിന്റിൽ എന്താണ് വരുന്നത് വാല്യൂ, y-യുടെ വാല്യൂ 0യും z-ൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ y-യുടെ ചേഞ്ചസ് നടക്കുന്നത് ശ്രദ്ധിക്കൂ, 2ൽ നിന്ന് 0യിലേക്കാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. y-യുടെ വാല്യൂ വാരീസ് ഫ്രം 2 to 0. z-ൻ്റെ വാല്യൂ is 2 minus y. x is equal to 0. ഈ ചേഞ്ചസ് എല്ലാം നമുക്ക് ഇവിടേക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ x is equal to 0 ആണെങ്കിൽ അതിൻ്റെ dx will be 0 of course. Then what about z? z is equal to 2 minus y എങ്കിൽ dz is equal to minus dy. Okay. y-യുടെ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 0 ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? തിരിച്ചു എഴുതാം. y-യുടെ നിങ്ങൾ z ടൈംസിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ y വിൽ ബി ഈക്വൽ ടു 2 മൈനസ് z ആവും. എങ്കിൽ z-ൻ്റെ വേരിയേഷൻ എവിടെ നിന്ന് എവിടേക്ക് എഴുതണം, 0 to 2 എന്ന് എടുക്കേണ്ടി വരും. z-യുടെ വേരി ചെയ്യുന്നത് 0 to 2 ആണ്. തിരിച്ചൊക്കെ എഴുതാം. ഫൈൻ. ഇനി ഇത്തരം ചേഞ്ചസുകൾ നമ്മൾ നമ്മുടെ ഇൻറ്റഗ്രേഷനിൽ കൊടുക്കാം. ദാറ്റ് ഈസ് v ഡോട്ട് dl ലൈൻ ഇൻറ്റഗ്രൽ ഈസ് ഈക്വൽ ടു, നമ്മൾ v ഡോട്ട് dlൻ്റെ വാല്യൂ എന്താ എഴുതിയിരുന്നത്, നമ്മൾ ഇതാ v ഡോട്ട് dlൻ്റെ വാല്യൂ നമ്മൾ ഇതാണ് എഴുതിയിരുന്നത്. ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്, ഇതിലേക്ക് ചേഞ്ചസ് വരുത്തണം. This was our v dot dl. Okay, dx ന്റെ വാല്യൂ 0. Therefore this term goes to 0. ഇവിടെ നമ്മൾ x-ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് മൊത്തം ടേം 0 ആയി പോകും. ബാക്കിയുള്ള റിമൈനിങ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഇൻറ്റഗ്രൽ v ഡോട്ട് dl ഈസ് ഈക്വൽ ടു 2y z dy. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ട അടുത്തൊരു മാറ്റം, ഈ z-ൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 2 മൈനസ് y. എന്നാൽ നമുക്ക് ഒറ്റ ഇൻറ്റഗ്രേഷൻ നടത്താൻ പറ്റും അല്ലേ? ഇവിടെ ലിമിറ്റ് എന്താ കൊടുക്കേണ്ടത്, ലിമിറ്റ് കൊടുക്കേണ്ടത് y വേരിയേഷനാണ്. y വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 0, ചിത്രത്തിലേക്ക് അടുത്തേക്ക് നോക്കൂ, 0 to 2 to 0. Therefore this limit will be 2 to 0. ഇനി z-നെ അങ്ങോട്ട് മാറ്റം വേണം. That is 2 to 0 2y into 2 minus y dy എന്ന് ചെയ്യണം.
ഇനി നമുക്ക് ഇൻറ്റഗ്രേഷൻ നടത്തി നോക്കാം. ദാറ്റ് ഈസ് 2 പുറത്തേക്ക് എടുത്താൽ 2 to 0 y is 2y minus y square dy എന്ന് നമുക്ക് എഴുതാം. This will be equal to 2 into integration ദൂരം 2y square by 2 minus y cube by 3 2 to 0. ഇവിടെ 2 വെട്ടിപ്പോയി 2 into അല്ലേ, ഇവിടെ 0 വരും. അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. -0. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണമോ? 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 വരും. -8/3 വരും. 2 into 4 -8 2 16 വരും. മൈനസ് മൈനസ് കൊണ്ട് പ്ലസ് ആയി. പ്ലസ് 16/3 16/3 -8 വരും. അപ്പോൾ 3 എടുത്തു കഴിഞ്ഞാൽ 16 - 24 -8/3 നമുക്ക് ഉത്തരം കിട്ടും. ഫൈൻ. ഇപ്പം നമ്മൾ രണ്ട് വശത്തിൻ്റെ വി ഡോട്ട് ഡി എൽ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഏത് വശം കൂടെ ബാക്കിയുണ്ട്? ഇനി നമുക്ക് ബാക്കിയുള്ള വശമാണ് ഈ വശം, തേർഡ് ഫേസ്, ദിസ് ഫേസ്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ സെഗ്മെന്റ് അല്ലേ, മൂന്നാമത്തെ സെഗ്മെന്റ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സെഗ്മെന്റ്. ഈ മൂന്നാമത്തെ സെഗ്മെന്റിന്റെ പൊസിഷൻ നോക്കും നിങ്ങൾ. എക്സിന് കോൺട്രിബ്യൂഷൻ ഇല്ല. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 0. വാട്ട് അബൌട്ട് വൈ? വൈ ഇങ്ങോട്ടേക്കാ, അപ്പോൾ ഇതിൽ കോൺട്രിബ്യൂഷൻ ഇല്ല. ദെർഫോർ വൈ ഈസ് ഈക്വൽ ടു 0. ഈ ലെങ്ത് എലമെന്റ് കിടക്കുന്നത് y = 0 x = 0 അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? dx ഈസ് ഈക്വൽ ടു dy ഈസ് ഈക്വൽ ടു 0. ഇനി z-ന്റെ കാര്യം നോക്കൂ. z-ന്റെ വാരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 അല്ലേ. 2ൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? 0യിലേക്ക് പോകുന്നത്. ബിക്കോസ് ദിസ് ഈസ് z ആക്സിസ്. therefore z is going from 2 to 0. ഇനി വളരെ ഈസി അല്ലേ, നമ്മുടെ വി ഡോട്ട് ഡി എൽ മുമ്പ് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്തായിരുന്നു? ഞാനത് ഇങ്ങോട്ടേക്ക് എഴുതാം. ഓക്കെ, മുകളിൽ കിട്ടിയിരിക്കുന്ന നമ്മുടെ വി ഡോട്ട് ഡി എൽ അല്ലേ, ഈ എക്സ്പ്രഷൻ ഇതിനെ ഞാൻ താഴോട്ടേക്ക് കോപ്പി ചെയ്തിട്ട് എഴുതി. അതാണ് ഈ എക്സ്പ്രഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ കൊടുക്കുന്ന മാറ്റങ്ങൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വൈയുടെ സ്ഥാനത്ത് 0 കൊടുക്കാം. ഇവിടെ y 0 ആയി പോവും. ഇവിടെ ഒരു എക്സ് വരുന്നുണ്ട്, ഈ ടേം 0 ആയി പോവും. അപ്പോൾ മൊത്തം നമ്മുടെ വി ഡോട്ട് ഡി എൽ 0 ആയി പോവും. ദാറ്റ് ഈസ് വി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0. therefore its integration whatever be the sign surface integral അല്ലേ, that is v dot dl equal to 0. അപ്പോൾ നമ്മളിവിടെ ഈ മൂന്ന് വശങ്ങളുടെയും മൂന്ന് സെഗ്മെന്റിൻ്റെയും 1, 2, 3യുടെ ലൈൻ ഇൻറ്റഗ്രൽ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ വി ഡോട്ട് ടി എൽ എന്ന് പറയുന്ന സ്റ്റോക്സ് തിയറത്തിൻ്റെ നമ്മുടെ RHS വാല്യൂ ഏത് വരും? ഈ പാത്തിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ, അതുപോലെ തന്നെ സെക്കൻഡ് പാത്തിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ, ഇതിൻ്റെ ലൈൻ ഇൻറ്റഗ്രൽ. നോക്കാം നമുക്ക് ഏതൊക്കെ വാല്യൂസ് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ പാത്തിൻ്റെ കിട്ടിയിട്ടുള്ളത് വി ഡോട്ട് ഡി എൽ ഇക്വൽ 0. രണ്ടാമത്തെ പാത്തിൻ്റെ കിട്ടിയിട്ടുള്ളത് വി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു see here it is minus 8.8/3. ഇനി ഇപ്പം കിട്ടിയിരിക്കുന്ന മൂന്നാമത്തെ പാത്തിൻ്റെത് 0. ഓക്കെ, അതൊക്കെ കൂട്ടണം. 0 -8/3 plus 0 is equal to -8/3. Let us check.
RHS we obtained minus 8 by 3. Let us check LHS. Yes, this was our LHS. What is the value of LHS? Yes, LHS we also obtained the same result, minus 8 by 3. Therefore, this is equal to LHS, or let us say RHS is equal to LHS. Therefore, the theorem is proved. Hence, proved. Okay, ഇനി നിങ്ങൾക്ക് സമാനമായിട്ടുള്ള ഒരു പ്രോബ്ലം ഞാൻ ഹോംവർക്കായി തരുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാം. ഇദ്ദേഹം ഗ്രിഫിത്തിൽ സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്, മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഡിഫിക്കൽട്ടി ആയിട്ടുള്ള അൺസോൾവ്ഡ് പ്രോബ്ലമാണ് നമ്മൾ ഇപ്പോൾ സോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ is this one. Suppose vector v is equal to 2xz plus 3y square y cap plus 4y z square z cap. Check Stokes theorem for the square surface shown in the figure. ഇപ്പോൾ ഇവിടെ 4 ലെങ്ത് സെഗ്മെൻറ്റ് ഉണ്ടാവും. റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.